കൊടിവിളക്ക് പൂജയ്ക്കാണ് സാധാരണ കണ്ടുവരുന്നത്. അത് കേരളത്തിലാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായും ദീപം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിളക്കാണ്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കൊടിവിളക്ക് എന്ന് പറഞ്ഞാൽ, കൊടി എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സാധനം, മുകളിൽ നമ്മൾ ഉയർത്തുന്നതാണല്ലോ കൊടി. അത് നമ്മുടെ ജീവിതത്തിൽ അതിന് ഉയർച്ചയുണ്ടാവാനും, അത് ദീപം എന്ന് പറയുമ്പോൾ അതിന് വെളിച്ചമാണ് നമ്മുടെ മനസ്സിൽ എത്തുക. അപ്പോൾ ആ വെളിച്ചം പകർന്നതോടുകൂടി നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് എത്താൻ, അല്ലെങ്കിൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും എന്നൊരർത്ഥം പല ആൾക്കാരും പറയാറുണ്ട് കൊടിവിളക്കിന്. മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൊടിവിളക്ക് ഉപയോഗിച്ചിട്ടാണ് ദീപപ്രോജ്വലനം ചെയ്യുന്നത്. സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല കൊടിവിളക്ക്. ദീപം പ്രോജ്വലനം, അതേപോലെ പൂജ ഇത്യാദി കാര്യങ്ങളിലാണ് സാധാരണ കൊടിവിളക്ക് ഉപയോഗിക്കുന്നത്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രാധാന്യമുള്ളത്. ഈ കൊടിവിളക്ക് പിച്ചള, ഓട് ഇത്യാദി സാധനം കൊണ്ടാണ് കൊടിവിളക്ക് ഉണ്ടാക്കുന്നത്. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ മംഗളകർമ്മങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു വിളക്കാണ്. അമ്പലങ്ങളിലും പഴയ തറവാടുകളിലും ഇല്ലങ്ങളിലുമെല്ലാം സർവ്വസാധാരണമായി കാണുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായി അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്നത് പൂജാരി കർമ്മങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അർത്ഥം വരും. ശരി.